ഹായ് എവരിവൺ. അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന COVID-19 ആണ്. അപ്പോൾ കൊറോണ കാരണം നമുക്കൊരു ചാപ്റ്റർ തന്നെ കറണ്ട് അഫയേഴ്സിൽ ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കോവിഡിൻ്റെ പൂർണ്ണ രൂപങ്ങൾ, COVID-19 ബേസിക് കാര്യങ്ങൾ, പിന്നെ വാക്സിൻസ്, ആ കാര്യങ്ങളൊക്കെ, അതായത് ഓരോ വാക്സിൻസ് ഓരോ രാജ്യം ഇറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച്, പിന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ, കേരള സർക്കാർ പദ്ധതികൾ, ഓപ്പറേഷൻസ്, പോർട്ടൽസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം കുറേ പോർട്ടൽസും ആപ്ലിക്കേഷനും കൊറോണയുടെ അനുബന്ധമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ബെസ്റ്റ് കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. കാര്യം നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി, ഇപ്പോൾ ഫുള്ളായിട്ട് പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തലക്കെട്ട് മാത്രം വായിച്ചാൽ മതി, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിന്ന് അത്യാവശ്യം എല്ലാവിധ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് SSC റെയിൽവേയും. കാര്യം കേരള PSC ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്തെ കേരള PSC ഇപ്പോൾ 2018 അല്ലെങ്കിൽ 2019 കാര്യം വരെ ചോദിക്കാം. എന്നാൽ SSC ആൻഡ് റെയിൽവേ മിക്കവാറും ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അത് ജസ്റ്റ് തലക്കെട്ട് വായിച്ചാൽ തന്നെ നമുക്കത് കിട്ടും. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, ജസ്റ്റ് പേപ്പർ മാത്രം വായിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം എവരിവൺ, മൈ നെയിം ഈസ് ദിനേഷ്, യു ആർ വാച്ചിങ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കോവിഡ് പൂർണ്ണ രൂപങ്ങളാണ്. അപ്പോൾ ഈ അബ്രിവേഷൻ, അതായത് ഇങ്ങനെ പൂർണ്ണ രൂപങ്ങൾ, അതായത് ഫുൾ ഫോം എഴുതാൻ വേണ്ടി മിക്കവാറും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫുൾ ഫോമിൻ്റെ കാര്യം പറയാൻ നേരത്ത് SSC ആയാലും റെയിൽവേ ആയാലും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്, അതനുസരിച്ചായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു വർഷത്തോളമായി നമുക്കിവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇവൻ്റാണ് കോവിഡ്. ഓക്കെ, അപ്പോൾ ഈ കൊറോണ കാരണം അല്ലെങ്കിൽ ഈ കോവിഡ് കാരണം കുറേ ഫുൾ ഫോംസ് പത്രങ്ങളിൽ വരുന്നു. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കും SSC ആയാലും റെയിൽവേ ആയാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു, അപ്പോൾ അങ്ങനെ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഒരു മെയിനായിട്ട് ചോദിക്കുന്ന അബ്രിവേഷനാണ് PSLVയുടെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ നാസ അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അതും അല്ലെങ്കിൽ ISRO. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്നും മിക്കവാറും ചോദിക്കും. ഇപ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ അപ്പോൾ മെയിനായിട്ട് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് പത്രങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു, അപ്പോൾ പത്രങ്ങളിൽ വരുന്ന ഈ ഷോർട്ട് ഫോം, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അപ്പോൾ കൊറോണ കാരണം ഇവിടെ വരുന്ന കുറച്ച് ഷോർട്ട് ഫോംസ് ആണ് ഇത്. അതായത് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, RT-PCR, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PPE കിറ്റ്, ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. കാരണം ഈ ഒരു ഓർഗനൈസേഷനാണ് വാക്സിനൊക്കെ കണ്ടുപിടിക്കാൻ മെയിനായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR, CFLTC, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് NIV, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഓക്കെ, NIV. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം പൂനെയിലാണ്. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ, കുറച്ചുള്ള അബ്രിവേഷൻ. അപ്പോൾ ഇത് മാത്രമല്ല വേറെ കുറേ ചോദിക്കാം. അപ്പോൾ മെയിനായിട്ട് പത്രം വായിച്ചാൽ നമുക്ക് കുറേ ഷോർട്ട് ഫോം ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൊറോണയായിട്ട് ബേസിക് ആയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ COVID-19 കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വുഹാൻ, ചൈനയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. വുഹാൻ എന്ന നഗരത്തിൽ. ഡേറ്റ് ഡിസംബർ 31, 2019. ഓക്കെ, ഈ ഒരു ഡേറ്റ് മറക്കരുത്. കൊറോണ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലാൻഡ്. അപ്പോൾ നമ്മൾ പഠിച്ചു, കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാൻ, ചൈന. രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലാൻഡ്. അപ്പോൾ ആദ്യമായിട്ട് മരണം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? അതും ചൈന തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യം മറക്കരുത്. നെക്സ്റ്റ്, അപ്പോൾ കൊറോണയുടെ കാര്യം, കൊറോണ ഇങ്ങനെ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയ ഡോക്ടറാണ് ലിവാൻ ലിയാൻ. ഇയാളുടെ സ്വദേശം ചൈനയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മരിച്ചു. അപ്പോൾ ഇദ്ദേഹമാണ് കൊറോണ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമാണ്. ജില്ല തൃശ്ശൂരാണ്. ഓക്കെ, രണ്ടാമത് സ്ഥിരീകരിച്ച ആലപ്പുഴ, മൂന്നാമത് സ്ഥിരീകരിച്ച് കാസർഗോഡ്. ഓക്കെ അല്ലേ? മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക. അപ്പോൾ രണ്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഏഷ്യയുടെ പുറത്ത് മരണം സ്ഥിരീകരിച്ച രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ ഏഷ്യയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് മരണം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്?
ചൈനയാണ്. കൊറോണ ഏത് തരം രോഗമാണ്? പാൻഡമിക്. പാൻഡമിക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട് പടരുന്ന രോഗത്തെ പറയുന്ന പേരാണ് പാൻഡമിക്. ഓക്കെ, COVID-19 സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിച്ചത് ലണ്ടൻ എന്താണ്? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ മറ്റൊരു കാര്യം കൂടി, കൊറോണ എന്നൊരു പദം ലാറ്റിൻ എന്ന ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. നമുക്കറിയാം ഈ സൂര്യൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കാറുണ്ട്. നമുക്ക് അവിടെ കിട്ടുന്നൊരു വേർഡാണ് കൊറോണ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ സൂര്യഗ്രഹണ ടൈമിൽ നമ്മൾ എന്താണ് ഇവിടെ ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും കൊറോണയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ അല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ലോകാരോഗ്യ സംഘടന അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊറോണയ്ക്ക് ഒഫീഷ്യലായിട്ട് കൊടുത്ത പേരാണ് COVID-19. ഓക്കെ, ഏത് ഓർഗനൈസേഷനാണ് COVID-19 എന്ന പേരെന്ന്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈ വാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച COVID-19 വാക്സിനാണ് കോവാക്സിൻ. ഓക്കെ, വേറൊരു വാക്സിൻ്റെ പേരാണ് കോവിഷീൽഡ്. ഓക്കെ, അപ്പോൾ ഈ കോവാക്സിൻ നിർമ്മിച്ച ആരൊക്കെയാണ്? ഭാരത് ബയോടെക്, ICMR, NIV. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഫോം പഠിക്കാനകത്ത് പറഞ്ഞാൽ ICMRൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, NIVയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. NIVയുടെ ആസ്ഥാനം പൂനെയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടി, ഈ കോവിഷീൽഡ് കണ്ടുപിടിച്ച ആരാണ്? അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ നേരത്ത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും അത് മനസ്സിലാക്കിക്കോളും. അടുത്തത്, അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യാൻ ഇന്ത്യ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വാക്സിൻ മൈത്രി. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാൻ മൊബൈൽ ആപ്പ് കോവിൻ. കാര്യം ഈ കൊറോണ കാരണം കുറേ ആപ്പുകളും കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കാറുണ്ട്, കോവിൻ ആപ്പ് എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ. ഓക്കെ, ആദ്യത്തെ രാജ്യം റഷ്യയാണ്. അവർ ആദ്യം ഇറക്കിയ വാക്സിനാണ് ഇത്, സ്പുട്നിക് 5 എന്നും. രണ്ടാമത് ഇറക്കിയാണ് എപ്പിവാക് കൊറോണം. രണ്ടും വാക്സിൻസ് ആണ്. ഓക്കെ, COVID-19 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷ വിജയിപ്പിച്ച എന്ന് അവകാശപ്പെടുന്ന കമ്പനി ഗമലൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമോളജി ആൻഡ് മൈക്രോബയോളജി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് നോക്കണം. ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അടുത്തത്, COVID-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച രാജ്യമാണ് USA. ഓക്കെ, അത് ആരിലാണ് പരീക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു വനിതയാണ്. അവരുടെ പേര് ജെനിഫർ ഹെലൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അതും മറക്കരുത്. അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരിലാണ് പരീക്ഷ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായി ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം സിംഗപ്പൂർ. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൊറോണ വൈറസിനെതിരെ ആൻറ്റിഡോട്ട് വികസിപ്പിക്കുന്നതിനായി WHO ആരംഭിച്ച മെഗാ ട്രയൽ സോളിഡാരിറ്റി. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താ? WHO ആണ് ആരംഭിച്ചത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ വാക്സിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടി. അടുത്ത് നമുക്ക് ക്യാമ്പയിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ക്യാമ്പയിൻ്റെ കാര്യം പറയാൻ നേരത്ത് കുറേ അധികം ക്യാമ്പയിൻ ഉണ്ട്. എനിക്കിവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ക്യാമ്പയിൻ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മാത്രമാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും കുറേ ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്യാമ്പയിനുകൾ ഏതൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് അതൊരു പ്രയോജനമാകും. ഓക്കെ, അപ്പോൾ ക്യാമ്പയിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരള സർക്കാർ ഒരു ക്യാമ്പയിൻ തുടങ്ങിയായിരുന്നു. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചോദിക്കും ബ്രേക്ക് ദ ചെയിൻ എന്നൊരു ക്യാമ്പയിൻ ഏത് സംസ്ഥാനമാണ് തുടങ്ങിയത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളുടെ പേരായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ നോ മാസ്ക് നോ സർവീസ് പോളിസി ഇത് ഏത് രാജ്യത്തിൻ്റെ ക്യാമ്പയിനാണെന്ന് ചോദിക്കാം. അപ്പോൾ ബംഗ്ലാദേശ്. അപ്പോൾ ഈ രാജ്യം സംസ്ഥാനമൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബംഗ്ലാദേശിൻ്റെ കാര്യം ഉൾപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഈവൻറ്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. അതൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരുമിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചൈനയുടെ പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രപതി ആരാണ്, അല്ലെങ്കിൽ ചൈനയുടെ തലസ്ഥാനം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ മിക്കവാറും SSC റെയിൽവേ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ അയൽ രാജ്യങ്ങൾ ബേസ് ചെയ്തത്.
ഓക്കെ അല്ലേ? അപ്പോൾ ബംഗ്ലാദേശിലെ ക്യാമ്പയിനാണ് നോ മാസ്ക് നോ സർവീസ് പോളിസി എന്ന് കിട്ടി. അടുത്തത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക. അപ്പോൾ ഈ മഹാരാഷ്ട്രയും മധ്യപ്രദേശും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോണയുടെ കാര്യത്തിൽ അത്യാവശ്യം കുറേ അധികം പോളിസിയും കാര്യങ്ങളൊക്കെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്ന 3 ക്യാമ്പയിൻസ് ആണ് നോ മാസ്ക് നോ റൈഡ്, മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി, ചേസ് വൈറസ് ക്യാമ്പയിൻ. അപ്പോൾ നോ മാസ്ക് നോ റൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കൊറോണ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ട് ചെയ്ത ഒരു ക്യാമ്പയിനാണ് നോ മാസ്ക് നോ റൈഡ്. മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി ഇതും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ക്യാമ്പയിനാണ്. ചേസ് വൈറസ് ക്യാമ്പയിൻ ഇതും പ്രതിരോധം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 3 പ്രതിരോധത്തിന് വേണ്ടി തന്നെ നടത്തിയ ക്യാമ്പയിനാണ് നോ മാസ്ക് നോ റൈഡ്, മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി, ചേസ് വൈറസ് ക്യാമ്പയിൻ. അടുത്ത മധ്യപ്രദേശ്, കിൽ കൊറോണ ക്യാമ്പയിൻ, റോക്കോ ടോക്കോ ക്യാമ്പയിൻ, ഏക് മാസ്ക് അനേക് സിന്ദഗി. അപ്പോൾ കിൽ കൊറോണ ക്യാമ്പയിൻ എന്തുകൊണ്ടാണ് നടത്തിയതെന്ന് വെച്ചാൽ, അതായത് COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി മുഴുവൻ ജനങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് സ്ക്രീനിങ് നടത്തുന്നതിനായിട്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് കിൽ കൊറോണ ക്യാമ്പയിൻ. ഓക്കെ അല്ലേ? രണ്ടാമത്തത് മുഖാവരണം ധരിക്കാത്തവരെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് നടത്തിയ മറ്റൊരു ക്യാമ്പയിനാണ് റോക്കോ ടോക്കോ ക്യാമ്പയിൻ എന്നും. ഓക്കെ, ലാസ്റ്റത്തെയാണ്, അതായത് COVID-19 പ്രതിരോധത്തിന് മാസ്ക് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് തുടങ്ങിയ മറ്റൊരു ക്യാമ്പയിനാണ് ഏക് മാസ്ക് അനേക് സിന്ദഗി. ഓക്കെ, 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റത്ത് കർണാടക, നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക്. COVID-19 വ്യാപനം തടയുന്നതിനായിട്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക്. അടുത്ത ഡു ദ 5 ആണ് ഗൂഗിൾ തുടങ്ങിയ ക്യാമ്പയിൻ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോണ വൈറസിനെതിരെ പ്രതിരോധിക്കാനായിട്ട് ഗൂഗിൾ നടത്തിയ ക്യാമ്പയിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഡു ദ 5. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാമ്പയിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഇന്ത്യയിൽ ആദ്യമായി, അപ്പോൾ COVID-19 തടയുന്നതിനായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായിട്ട് പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് ന്യൂഡൽഹി. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ലോക്ക്ഡൗണും പ്ലാസ്മ ബാങ്ക് ആദ്യം തുടങ്ങിയ സിറ്റിയും, ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ, പ്ലാസ്മ ബാങ്ക് തുടങ്ങിയത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി മെയ്ഡ് ഇൻ ഇന്ത്യ COVID-19 ടെസ്റ്റ് കിറ്റ് പത്തോ ഡിറ്റക്ട് വികസിപ്പിച്ചത് മൈ ലാബ് പൂനെ. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് മാക്സിമം കൂടുതൽ കൊണ്ടുവരാനായിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ആദ്യ മൊബൈൽ RT-PCR കോവിഡ് ടെസ്റ്റിംഗ് ലാബ് സ്ഥാപിച്ച സംസ്ഥാനം കർണാടക. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? COVID-19 പ്രതിരോധത്തിന് അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിച്ചുള്ള ചികിത്സാ രീതി ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് ഗോവ. COVID-19 ബാധിതരാണോ അല്ലയോ എന്ന് സ്വയം തിരിച്ചറിയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി അസസ്മെൻറ്റ് ടൂൾ ഫോർ COVID-19 വികസിപ്പിച്ച ആദ്യ സംസ്ഥാനം ഗോവ. അപ്പോൾ ഗോവയെക്കുറിച്ച് പറയാൻ നേരത്ത് അത്യാവശ്യം മഹാരാഷ്ട്രയിലേക്ക് കൊറോണ അത്യാവശ്യം നല്ല കൂടിയ ടൈമിൽ ഗോവയിൽ മാത്രമാണ് അത്യാവശ്യം ഒരു ലിമിറ്റിൽ കൂടാതെ അവർ കറക്റ്റായിട്ട് മൊത്തം പെർഫെക്റ്റ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്തിരുന്നത്. പിന്നെ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് കൂടി, പക്ഷെ എന്നാലും അവർ അത്യാവശ്യം നല്ലപോലെയായിരുന്നു ഗോവ എന്നൊരു സംസ്ഥാനം കൊറോണയെ കൺട്രോൾ ചെയ്തത്. ഓക്കെ, അടുത്തത് COVID-19 വ്യാപനം തടയുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റിക് ടിക്കറ്റ് ചെക്കിംഗ് മാനേജിംഗ് അസസ് മെഷീൻ ATMA മെഷീൻ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ നാഗ്പൂർ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യമായതുകൊണ്ട് റെയിൽവേ എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. വാക്ക് ത്രൂ മാസ് സാനിറ്റൈസിംഗ് ടണൽ ആരംഭിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാനായിട്ട് എല്ലാ വർഷവും കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എപ്പോഴും കാണും. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യം കമ്മ്യൂണിറ്റി കിച്ചനുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഒരു സമയത്ത് കൊറോണ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു സ്ഥലമാണ് മുംബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് മുംബൈ എന്ന് പറയാൻ സാധിക്കും. ന്യൂഡൽഹിയും എന്തായാലും ഓപ്ഷനിൽ കാണും, പക്ഷേ മുംബൈ തന്നെ കുത്തണം. ആ ഒരു കാര്യം മാറിപ്പോകരുത്. അടുത്തത് ഐസൊലേഷൻ കോച്ച്, അതായത് COVID-19 പ്രതിരോധത്തിനായിട്ട് ഐസൊലേഷൻ കോച്ച് കൊണ്ടുവന്ന റെയിൽവേ ഏത് സോൺ റെയിൽവേ എന്ന് ചോദിക്കാം. അപ്പോൾ നോർത്തേൺ റെയിൽവേ എന്ന് കുത്തണം. ഓക്കെ, നെക്സ്റ്റ്, COVID-19 ടെസ്റ്റ് ബസ് നടത്തിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ടെസ്റ്റ് ബസ് നടത്തിയത് മഹാരാഷ്ട്ര, ഐസൊലേഷൻ കോച്ച് നോർത്തേൺ റെയിൽവേ. മാറിപ്പോകരുത്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി IIT റൂർക്കെ എയിംസുമായി ചേർന്ന് വികസിപ്പിച്ച ലോ കോസ്റ്റ് പോർട്ടബിൾ വെന്റിലേറ്റർ പ്രാണവായു. അപ്പോൾ ഈ
ഈ IIT ആയിട്ട് ബന്ധപ്പെടുത്തി മിക്കവാറും SSC ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഈ IIT-ക്കാരെ എന്തെങ്കിലുമായിട്ടും പുതിയ ഐറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ SSC-യിലും റെയിൽവേയിലും എന്തായാലും വരും. അപ്പോൾ IIT ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിക്കോട്ടെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ചാലും നിങ്ങളത് എഴുതി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, IIT ഡൽഹി വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന COVID-19 RT-PCR ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് കോറോഷൂർ. ഓക്കെ, അതിൻ്റെ വിലയാണ് 399 രൂപ. അപ്പോൾ ഈ IIT-യുടെ കാര്യമാണ്, അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. PPE കിറ്റുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ ശുചീകരണത്തിനായി DRDO വികസിപ്പിച്ച സംവിധാനമാണ് അൾട്രാ സ്വിച്ച്. DRDOയുടെ കാര്യം പറയാനടുത്ത് ഇവരിടയ്ക്ക് മിസൈലൊക്കെ കണ്ടുപിടിക്കേണ്ട, അപ്പോൾ അതും കറണ്ട് അഫയേഴ്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളതാണ്. അപ്പോൾ PPE കിറ്റുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ ശുചീകരണത്തിനായി DRDO വികസിപ്പിച്ച സംവിധാനമാണ് അൾട്രാ സ്വിച്ച്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ നാവികസേന തദ്ദേശികമായി വികസിപ്പിച്ച PPE കിറ്റാണ് നവരക്ഷക്. ഓക്കെ, COVID-19 എതിരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ വികസിപ്പിച്ച ആദ്യ ഇൻഡൈജനസ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് കോവിഡ് കവച എലിസ. അപ്പോൾ ഇതൊക്കെ മൊത്തം കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നേരത്ത് ഒരിക്കലും ബൈ ഹാർട്ടായിട്ട് പഠിക്കരുത്. ചുമ്മാ വായിച്ചുകൊണ്ടേ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 10 ദിവസം നിങ്ങൾ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്കിത് മനസ്സിൽ നിരുന്നോളും, മറക്കരുത്. അപ്പോൾ കഷ്ടപ്പെട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് തനിയെ മനസ്സിൽ വന്നോളും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, COVID-19 വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച ഹെൽത്ത് അസിസ്റ്റൻറ്റ് റോബോട്ടാണ് രക്ഷക്. ഓക്കെ, റെയിൽവേ സ്ക്രീനിങ് നടത്തുന്ന റോബോട്ട് ക്യാപ്റ്റൻ അർജുൻ. അപ്പോൾ ഹെൽത്ത് അസിസ്റ്റൻറ്റ് റോബോട്ട് രക്ഷക്. മുംബൈ സെൻട്രൽ റെയിൽവേ ഡിവിഷനാണ് ഇത് ആരംഭിച്ചത്. റെയിൽവേ സ്ക്രീനിങ് നടത്താൻ ക്യാപ്റ്റൻ അർജുൻ. കോവിഡിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, COVID-19 രോഗികൾക്ക് ഭക്ഷണം, മരുന്ന് നൽകാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച റിമോട്ട് നിയന്ത്രിത റോബോട്ട് ട്രോളി മെഡ് റോബോട്ട്. അപ്പോൾ റെയിൽവേയുടെ തന്നെ 3 ടൈപ്പ് റോബോട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഹെൽത്ത് അസിസ്റ്റൻറ്റ് റോബോട്ട് രക്ഷകാണ്. ആരാണ് തുടങ്ങിയത്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ഡിവിഷൻ. അടുത്ത് റെയിൽവേ സ്ക്രീനിങ് നടത്തുന്നതിന് ക്യാപ്റ്റൻ അർജുൻ. പിന്നെ COVID-19 രോഗികൾക്ക് ഭക്ഷണം, മരുന്നുകൾക്ക് നൽകാൻ ഉപയോഗിക്കുന്ന റോബോട്ടാണ് മെഡ് ബോട്ട്. നെക്സ്റ്റ്, COVID-19 ബാധിതരെ പരിചരിക്കുന്നതിന് വാർഡ് റോബോട്ട് സംവിധാനം വികസിപ്പിച്ച IIT റോപ്പർ. COVID-19 വ്യാപനം തടയുന്നതിന് സാധന സാമഗ്രികൾ ലഗേജ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനായി IIT റൂർക്കെ വികസിപ്പിച്ച ഡിസ്ഇൻഫെക്ഷൻ ബോക്സ് ആണ് യൂണിസേവിയർ. അപ്പോൾ ഇത് രണ്ടും IIT-യുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, പഠിക്കണം. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കിൽ മാപ്പിംഗ് എക്സസൈസ് ആണ് SWADS, അതായത് സ്കിൽഡ് വർക്കേഴ്സ് അറൈവൽ ഡാറ്റാബേസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം കൂടി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി പഠിച്ചിരിക്കണം, രണ്ടും. അപ്പോൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ എത്തുന്നവർക്കായിട്ട് സ്കിൽ മാപ്പിംഗ് ടെസ്റ്റാണ് SWADS. ഓക്കെ, അടുത്തത് COVID-19 സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 50,000 കോടി രൂപയുടെ പദ്ധതി ഗരീബ് കല്യാൺ റോജ്ഗർ അഭിയാൻ. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. COVID-19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആണ് ആരോഗ്യ പാത്ത്. അടുത്തത്, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM e-വിദ്യ. നെക്സ്റ്റ്, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മനോദർപ്പൺ. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ കന്റോൺമെൻറ്റുകളിലെ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ചാവ്നി കോവിഡ് യോധ സംരക്ഷൺ യോജന. LIC വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയായതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൽവേ എക്സാമുകളിൽ. ഓക്കെ, നെക്സ്റ്റ്, കേരള സർക്കാർ പദ്ധതികൾ കേരള PSC-ക്കാർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, മിക്കവാറും ഇപ്പോൾ ഒരു കേരള PSC-യുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളും ഇവർ ചോദിക്കാറുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് ആ കാര്യം കൂടി ചോദിക്കാറുണ്ട്. അതിപ്പോൾ റെയിൽവേയും ചോദിക്കാറുണ്ട്, ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇയറിൻ്റെ ലോഞ്ചിങ് ഇയർ അതും കൂടി എന്തായാലും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, അപ്പോൾ കേരള സർക്കാർ പദ്ധതികൾ 60 വയസ്സിന് മുകളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരംഭിച്ച പദ്ധതിയാണ്
സുഖാവിഷ്യം. ലോക്ക്ഡൗൺ സമയത്ത് ലഘു വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് സ്വാസ്ഥ്യം. മാസ്കിന്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാക്സിഫിക്കേഷൻ. നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച ആദ്യ സംസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ വേറൊരു സംസ്ഥാനം കൂടി തുടങ്ങിയാണ്, അതാണ് UP. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആദ്യമായിട്ട് തുടങ്ങിയത് കേരളമാണ്. പക്ഷേ ജിയോ ടാഗ് എന്നൊരു സംഭവം ചെയ്തത് UP സർക്കാരാണ്. ഓക്കെ, അപ്പോൾ രണ്ടും മാറിപ്പോകരുത്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയ ആദ്യ സംസ്ഥാനം കേരളമാണ്, എന്നാൽ കമ്മ്യൂണിറ്റി കിച്ചണിനെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനം UP ആണ്, ഉത്തർപ്രദേശ്. ഓക്കെ, കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് ചിരി. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് വായിച്ചു വിടുക. അപ്പോൾ മാക്സിമം നല്ലപോലെ വായിക്കുക. ഒരു 10-20 ദിവസം ഒരു ദിവസം 5 പ്രാവശ്യം വീതമെങ്കിലും വായിച്ചു വിട്ടാൽ ഇത് നമ്മുടെ മനസ്സിൽ നിന്നോളും. കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഓപ്ഷൻ കാണാതെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നൊക്കെ അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടിക്കോളും. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻസ് ആണ്. അതായത് കൊറോണ ചെറുത്തു നിൽക്കുന്നതിനായി ഓരോ കേന്ദ്ര സർക്കാരൊക്കെ കൊണ്ടുവന്ന ഓപ്പറേഷൻസ്, പിന്നെ കൊറോണ മൂലം ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങൾ ചെറുത്തു നിൽക്കാനായിട്ടുള്ള ഓരോ ഓപ്പറേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓപ്പറേഷനാണ് വന്ദേ ഭാരത് മിഷൻ. ഓക്കെ, ലോക്ക്ഡൗൺ കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച കുറേ ആൾക്കാരാണ് പ്രവാസികൾ. ഓക്കെ, അപ്പോൾ അവരെ തിരിച്ചെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷനാണ് വന്ദേ ഭാരത് മിഷൻ. വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനായി ഇന്ത്യൻ നാവികസേന, അതായത് ഇന്ത്യൻ നേവി ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവാസികളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനുള്ള 2 ഓപ്പറേഷനാണ് വന്ദേ ഭാരത് മിഷനും ഓപ്പറേഷൻ സമുദ്ര സേതു. ഓപ്പറേഷൻ സമുദ്ര സേതു ഇന്ത്യൻ നാവികസേനയാണ് കൊണ്ടുവന്നത്, വന്ദേ ഭാരത് മിഷൻ കേന്ദ്ര സർക്കാരും. COVID-19 നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച മിഷനാണ് ഓപ്പറേഷൻ നമസ്തേ. ഓക്കെ, ഇന്ത്യൻ നേവി ഓപ്പറേഷൻ സമുദ്ര സേതു, ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ നമസ്തേ. മാലിദ്വീപ് ഗവൺമെൻറ്റിന് ആവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന എയർഫോഴ്സ് നടത്തിയ മിഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി. അപ്പോൾ നമ്മൾ 3 പഠിച്ചു: ഓപ്പറേഷൻ സമുദ്ര സേതു, നമസ്തേ, സഞ്ജീവനി. സഞ്ജീവനി എയർഫോഴ്സാണ്, അതായത് മാലിദ്വീപ് ഗവൺമെൻറ്റിന് ആവശ്യമായ മരുന്നുകൾ എത്തിച്ചു കൊടുക്കാൻ. ഓപ്പറേഷൻ നമസ്തേ COVID-19 നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി. ഓപ്പറേഷൻ സമുദ്ര സേതു പ്രവാസികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി. ഓക്കെ, COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി ഡൽഹി സർക്കാർ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷീൽഡ്. നമുക്കറിയാം ഡൽഹിയിലേക്ക് അത്യാവശ്യം കൊറോണ നല്ലപോലെ കൂടിയായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഡൽഹി സർക്കാർ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷീൽഡ്. നെക്സ്റ്റ്, COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ഇസ്രായേൽ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഇസ്രായേൽ സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഏതാണ് COVID-19 പ്രതിരോധത്തിന് വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ് ആണ്. അപ്പോൾ മാത്രമല്ല വേറെയും കുറേ ഉണ്ട്, അതായത് സൈനിക വ്യായാമങ്ങൾ, ഇതും കൂടി ചോദിക്കാറുണ്ട്. അതായത് ഇന്ത്യയും അമേരിക്കയുമായി സംയുക്തമായി നടത്തുന്ന സൈനിക വ്യായാമത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പേര് വജ്രപ്രഹാർ എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്കിനി വരും ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ്, COVID-19 പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമൂലം കുറേ കാര്യം ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, പോർട്ടൽസ് ആൻഡ് ആപ്ലിക്കേഷൻ. കൊറോണയെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടി കുറേ അധികം പോർട്ടൽസ് ആപ്ലിക്കേഷനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ കോംപ്രഹെൻസീവ് കൊറോണ വൈറസ് COVID-19 ട്രാക്കിംഗ് ആപ്പാണ് ആരോഗ്യ സേതു. അതായത് ഏറ്റവും കുറഞ്ഞ ദിവസം 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്പാണ് ആരോഗ്യ സേതു. മാത്രമല്ല ആരോഗ്യ സേതു ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അജയ് ദേവ്ഗൺ. ഓക്കെ, അതും മറക്കരുത്. നെക്സ്റ്റ്, COVID-19 രോഗികൾക്കായി ഡൽഹി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ജീവൻ സേവ. ഇന്ത്യൻ സേവ COVID-19 ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സംശയങ്ങൾ മറുപടി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സിറ്റിസൺ എൻഗേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ സേവ എന്ന് പറയുന്ന ആപ്പ്.
ഓക്കെ, നെക്സ്റ്റ് ആയുർവേദ ചികിത്സാ സംവിധാനങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. കോവിഡ് മൂലം സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് ലക്ഷ്യമാക്കി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച ഇന്റഗ്രേറ്റഡ് ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഹയോഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, അതായത് കോവിഡ് മൂലം സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലക്ഷ്യമാക്കി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്ലാറ്റ്ഫോം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ സഹയോഗമാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ, സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ ഇതൊരു കാര്യമാണ്. അതായത് കൊറോണ കാരണം കുറേ സാമ്പത്തികം, അതായത് എക്കണോമിക്കലായിട്ട് കുറേ അധികം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സഹയോഗ്. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കോവിഡായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഗോക് ഡയറക്റ്റ്. കൊറോണ വാച്ച് ആത്മമിത്ര എന്ന ആപ്ലിക്കേഷൻ ഇറക്കിയ സംസ്ഥാനം കർണാടക. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ ആപ്സും പോർട്ടലും ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയാണ്. ഇനി നമുക്ക് സംസ്ഥാനങ്ങളിലെ ആപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡൽഹിയുടെ ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചാണ്, ഡൽഹിയുടെ ഏതാണ്, ജീവൻ സേവ ആണ്. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കർണാടക ഇറക്കിയ കൊറോണയുടെ ആപ്ലിക്കേഷനാണ് കൊറോണ വാച്ച് ആത്മമിത്ര എന്നും. കോവിഡ് കെയർ ആപ്പ് എന്ന് പറഞ്ഞ് ഇറക്കിയത് അരുണാചൽ പ്രദേശാണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് COVID-19 മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ളത് കൊണ്ട് മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ജനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി ജീവൻ അമൃത് യോജന തുടങ്ങിയത് മധ്യപ്രദേശാണ്. കോവിഡ് വ്യാപനം തടയുന്ന 5T പ്ലാൻ ടെസ്റ്റിംഗ്, ട്രേസിംഗ്, ട്രീറ്റ്മെൻറ്റ്, ടീം വർക്ക് ആൻഡ് ട്രാക്കിംഗ് ആരംഭിച്ച് ന്യൂഡൽഹി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഡൽഹിയിലെ കാര്യങ്ങൾ മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടിയ കൊറോണ കൂടിയൊരു സ്ഥലമായതുകൊണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊറോണയെ ചെറുത്ത് നിൽക്കാനാണ്. അപ്പോൾ ആ ഒരു കാര്യമുള്ളതുകൊണ്ട് എന്തായാലും ഡൽഹിയിലെ കാര്യങ്ങൾ മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് 1 ലക്ഷം രൂപ പിഴയും 2 വർഷം കഠിന തടവും ശിക്ഷ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ജാർഖണ്ഡ് എന്നൊരു സംസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി ട്രയലായ പ്രോജക്റ്റ് പ്ലാറ്റിന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പോയിന്റ് മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രം സർദാർ പട്ടേൽ COVID-19 കെയർ സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റൽ. ഓക്കെ, പിന്നെ രാധാ സ്വാമി സ്പിരിച്വൽ സെൻറ്റർ സൗത്ത് ഡൽഹി. നെക്സ്റ്റ്, COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിനായി DRDOയുടെ നേതൃത്വത്തിൽ 12 ദിവസം കൊണ്ട് നിർമ്മിച്ച ആശുപത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനായി 3 ഹൈ ത്രൂപുട്ട് COVID-19 ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നിലവിൽ വന്ന നഗരങ്ങളാണ് കൊൽക്കത്ത, മുംബൈ, നോയിഡ. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓപ്ഷനിൽ എന്തായാലും ഡൽഹിയും കാണും. അപ്പോൾ ഡൽഹി മാറ്റി കുത്തരുത്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. അപ്പോൾ നല്ലപോലെ വായിക്കുക. വ്യാപനം നിർണ്ണയിക്കാൻ സെറോളജിക്കൽ സർവേ നടത്തിയത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഈ ഒരു സർവേ എന്തുകൊണ്ടാണ് നടത്തിയത്, അല്ലെങ്കിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് നടത്തിയതെന്നൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ വാട്സാപ്പ്, SMS എന്നിവയിലൂടെ ലഭ്യമാക്കുന്നതിനായി പ്ലേ ലിറ്റിൽ സ്റ്റഡി ലിറ്റിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. ഓക്കെ, COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമാണ് കടുവ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മൃഗത്തിനാണ് ആദ്യം സ്ഥിരീകരിച്ചതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വികലാംഗരായ അംഗൻവാടി പ്രവർത്തകർക്ക് കൊറോണ വാരിയേഴ്സ് പദവി നൽകിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓൺലൈൻ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ ആരംഭിച്ച സംരംഭമാണ് ദ എനിവെയർ സ്കൂൾ. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കർശന നിയന്ത്രണങ്ങളോടെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. കോവിഡ് പ്രതിരോധത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിനായി 3T ക്രിക്കറ്റ് സോളിഡാരിറ്റി കപ്പ് നടത്തിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഇതെന്താണെന്ന് അറിയാവുക, അതായത് സച്ചിൻ ഒരു ജേഴ്സി ഒക്കെ ഇട്ട് ഒരു ക്രിക്കറ്റ് കളിച്ച ഒരു ഓർമ്മയുണ്ടാവും. അതാണ് ഈ സംഭവം, സോളിഡാരിറ്റി കപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കർശന നിയന്ത്രണങ്ങളോടെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയയും കോളിഡാരിറ്റി കപ്പ് നടത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്കയും. അപ്പോൾ രണ്ടും ദക്ഷിണം ആയതുകൊണ്ട് മാറിപ്പോകരുത്. ഒന്ന് ദക്ഷിണ കൊറിയയുമാണ്, ഒന്ന് ദക്ഷിണാഫ്രിക്കയുമാണ്. 2020 ജൂണിൽ COVID-19 വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. അടുത്തതാണ് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. UN പബ്ലിക് സർവീസ് ദിനത്തിൽ ജൂൺ 23. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജൂൺ 23, അതായത് UN പബ്ലിക് സർവീസ് ദിനം അല്ലെങ്കിൽ UN പബ്ലിക് സർവീസ് ഡേ എപ്പോഴാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി ഐക്യരാഷ്ട്ര സഭയുടെ ചർച്ചയിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ച ഏക ഇന്ത്യൻ വനിത. അപ്പോൾ ഏക ഇന്ത്യൻ വനിത ആയതുകൊണ്ട് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അടുത്തത് വോക്സ് ഇന്ത്യാസ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് 2020 അർഹയായ കേരള ആരോഗ്യ മന്ത്രി. ഓക്കെ, ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ 2 പോയിന്റ് ഒരിക്കലും മറക്കരുത്. ഇതെന്തായാലും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. കൊറോണ എന്ന പാൻഡമിക് രോഗത്തിന്റെ അത്യാവശ്യം ബേസിക്കും എനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചെറിയ അക്ഷരത്തിരക്കും ഉണ്ടായിട്ടുണ്ട്, അതിന് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു PDF ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ തന്നെ വായിച്ചേക്കും. ജസ്റ്റ് ഒരു 20 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ തന്നെ ഇതൊക്കെ ബൈ ഹാർട്ടായിട്ട് തലയിൽ നിന്നോളും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.